ഇന്നത്തെ പരിപാടി കേരളത്തിലെ ആദ്യത്തെ ഓയിൽ പാം എസ്റ്റേറ്റിലാണ്. നമ്മുടെ കൊല്ലത്തിന്റെ വിളക്കുപാറ ഓയിൽ പാം എസ്റ്റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നിങ്ങൾ ഈ കാണുന്ന എണ്ണപ്പന കൃഷി ഇവിടെ എങ്ങനെ വന്നെന്ന് നിങ്ങൾക്കറിയാവോ? അതിന്റെ ഹിസ്റ്ററി പറഞ്ഞ് നമുക്കങ്ങ് തുടങ്ങാം. 1970 കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടിയിരുന്ന് ആലോചിക്കുക, നമുക്കൊരു ഓയിൽ പാം എസ്റ്റേറ്റ് കേരളത്തിൽ വേണ്ടേന്ന്. അങ്ങനെ അവരുടെ ചർച്ച വന്നെത്തിയത് നമ്മുടെ കൊല്ലം ജില്ലയിലും. അല്ലെങ്കിലും നമ്മുടെ കൊല്ലം ജില്ല പൊളിയാണല്ലോ. അന്ന് തുടങ്ങി വെച്ച ആ പരിപാടി ഇപ്പം ചിതറ, ഏരൂർ, കുളത്തൂപ്പുഴ എസ്റ്റേറ്റുകളിലായിട്ട് 10,000 ഏക്കറാണ് വ്യാപിച്ചു കിടക്കുന്നത്. എടുത്തു പറയേണ്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ കണ്ടിട്ട് കൊല്ലത്തുള്ള പലരും വിചാരിക്കും, ഇങ്ങനൊരു സ്ഥലം നമ്മളെ നാട്ടിലോ, കൊല്ലം ജില്ലയിൽ ഇങ്ങനൊരു സ്ഥലം. ഇങ്ങനെ വിചാരിക്കുന്നതിലും തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഒത്തിരി വട്ടം കടൽ കാണുന്ന, കായൽ കാണുന്ന, മലകൾ കാണുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം വെറൈറ്റി ആയിട്ട് എന്തോ ഒരു പുതിയൊരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ വരുന്നവർക്ക് ഒരു ബോണസ് പോയിന്റ് കണക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറെ കിടന്ന് കറങ്ങി. പക്ഷെ ഇതൊരു ലൂപ്പാന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങൾ ഇനി തിരിച്ചിറങ്ങി. അതുമല്ല, സമയവും നല്ല വൈകിയായിരുന്നു. ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പരമാവധി നേരത്തെ വരാൻ നോക്കുക. ഞായറല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ട് കയറണമെങ്കിൽ പെർമിഷനും എടുക്കണം. ഒരു മഴ കൂടി ഉണ്ടേ പിന്നെ പറയേ വേണ്ട. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഈ കൊല്ലത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അവരൊക്കെ അറിയണ്ടേ? അതിന് നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും എന്റെ കൂടെ വേണം. അറിയാലോ, കൊല്ലമാണ്.